മരണം ദുർബലം തന്നെയാണ്. എന്നാൽ മരണത്തെ വീണ്ടും ദുർബലപ്പെടുത്തുന്നത് മരിച്ച ശരീരത്തോടുള്ള അനാദരവാണ്, നമ്മുടെ ചില നിലപാടുകൾ കൂടിയാണ്. മലയാളിയുടെ വർത്തമാനകാലത്തിൻ്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ത്യയുടെ ശബ്ദമായിരുന്നു ഇ അഹമ്മദ് ഐക്യരാഷ്ട്ര സംഘടനയിൽ. മലബാറിന്റെ കേരളത്തിന്റെ ശബ്ദമായിരുന്നു പാർലമെന്റിൽ 1/4 നൂറ്റാണ്ടുകാലം. 4 പതിറ്റാണ്ട് നീണ്ട സമ്പന്നമായ പാർലമെന്റേറിയൻ ജീവിതം, ക്യാബിനറ്റ് പദവി, സിറ്റിംഗ് MP കുഴഞ്ഞു വീണത് ഡൽഹി പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ. എന്നിട്ടും നീതി കിട്ടിയോ അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനെങ്കിലും എന്നതാണ് കേരള സമിറ്റ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. മുസ്ലിം ലീഗ് നേതാവും MLA-യുമായ ഡോക്ടർ MK മുനീർ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തീവ്രപരിചരണ വിഭാഗം മേധാവി ഡോക്ടർ AS അനൂപ് കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ വിഷയ സമിതി സംസ്ഥാന കൺവീനർ ശ്രീ VT നാസർ, എത്തിക്കൽ മെഡിക്കൽ ഫോറം കേരള പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ K, ഒപ്പം പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ MK മുനീർ, ഈ പരേതനായി അഹമ്മദ് MPക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടിരുന്നു, അത് ശരിയാണ്? ഈ അഹമ്മദ് സാഹിബിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ വിഷയം ആദ്യമായി സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട്, ദൃശ്യശ്രാവ്യ മാധ്യമത്തോടും മറ്റു മാധ്യമങ്ങളോടും ഒക്കെ പറയുന്നത്. അപ്പം അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ മരണാനന്തരം ചെയ്യേണ്ട പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ മെഡിക്കൽ എത്തിക്സിനെതിരായി ചില കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും ഡോക്ടർമാരായിട്ടുള്ള മകളും മകളുടെ ഭർത്താവ് തന്നെ വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് USA-യിലൊക്കെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലിൽ ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൂടിയാണ്. അവർ വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത്, ഞങ്ങളുടെ പിതാവിന് അന്ത്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ചൊല്ലിക്കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുപോലും നിഷേധിച്ചു. മാത്രമല്ല, അവർക്ക് കാണാനുള്ള അവകാശം പോലും നിഷേധിച്ചു. അപ്പോൾ അതിൽ പല ദുരൂഹതകളും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് അവിടെ സംഭവിച്ചു എന്നുള്ള കാര്യം 100% ശരിയാണ്. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ICUവിൽ പ്രവേശിക്കപ്പെട്ട നേതാവ് എത്രമാത്രം ഉന്നതനായ വ്യക്തിയാണെങ്കിലും ഡോക്ടറായ തൻ്റെ മകൾ, വെറും ഡോക്ടറല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും വൈദഗ്ധ്യമേറിയ ഹോസ്പിറ്റലുകളിൽ സേവനമനുഷ്ഠിക്കുന്ന മക്കൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് സംശയമുണ്ടാവുന്നത്. ആശുപത്രിയിലെത്തിയ രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആദ്യ ശ്രമമാണ് ആശുപത്രി അധികൃതർ ചെയ്യുക. സെൻട്രൽ ഹാളിൽ കുഴഞ്ഞു വീണ MPക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിൽ എത്തിക്കുകയും ആ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിക്കുകയും വളരെ ഗൗരവമേറിയ ഹൃദയസ്തംഭനത്തിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലായതുകൊണ്ട് അവരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ചോദ്യം ഉന്നയിക്കുക, വെന്റിലേറ്ററിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അനുമതി പത്രം വാങ്ങണം എന്നുള്ളത്. പക്ഷേ ആ സന്ദർഭത്തിൽ ആ സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തീരുമാനമെടുക്കാനുള്ള ഒരു യുക്തി അവിടുത്തെ ഡോക്ടർ കാണാം. ആ ഡോക്ടർ അതിൻ്റെ അത്തരത്തിലുള്ള ഇ ടി മുഹമ്മദ് ബഷീർ, കേരളത്തിൽ നിന്നുള്ള MP, ഇവരെല്ലാവരും സന്നിഹിതരായിരുന്നു രാമമനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുൻപ്. അല്ല, ഇതിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമയത്ത് ബന്ധുക്കളാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആൾക്കാർ. ബന്ധുക്കളോട് അനുമതി വാങ്ങേണ്ട കാര്യമുള്ളത് ബന്ധുക്കളാണ്. ആ ബന്ധുക്കളിൽ നിന്നും അനുമതി കിട്ടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. പിന്നീട് അവിടെ ഒരു അടിയന്തര സാഹചര്യം വരുന്നത് രോഗിയുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യ പരിഗണന നൽകുക. ആ പരിഗണന നൽകാൻ വേണ്ടിയാണ് വെന്റിലേറ്റർ. അത്രയും ഗൗരവമായ വിഷയമായതുകൊണ്ട് വെന്റിലേറ്റർ. താങ്കൾ ICUവിന്റെ ചീഫാണ്, താങ്കൾ ക്രിട്ടിക്കൽ കെയറിന്റെ ചീഫാണ്, താങ്കൾക്ക് സമാനമായ അനുഭവങ്ങൾ നിരവധി വന്നിട്ടുണ്ടാവാം. ഇതേ അവസ്ഥയിൽ ആണ് പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ താങ്കൾ എന്താണ് ചെയ്യുമായിരുന്നത്? നിലവിൽ ബന്ധുക്കളില്ല, ബന്ധുക്കൾ പിന്നീട് വരുന്നു, അവർ ഡോക്ടർമാരാണ്, വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരാണ്. ക്രിട്ടിക്കൽ കെയറിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു രോഗിയുടെ ഏറ്റവും അടുത്ത ഡോക്ടറായ ബന്ധുക്കൾ വരുമ്പോൾ താങ്കൾ എന്തായാലും അവരെ കൺസൾട്ട് ചെയ്യില്ലേ? താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക്
ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വീഡിയോ ക്ലിപ്പിംഗ്സിലൊക്കെ ഇദ്ദേഹം കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സീൻ കണ്ടതാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടിയിരുന്ന കൃത്യമായ പ്രാഥമിക പരിചരണ അഹമ്മദ് സാഹിബിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃത്യമായുള്ള നമ്മളൊരാൾ ഹൃദയസ്തംഭനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് CPR എന്ന് പറയും, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഡോക്ടർ കൊടുത്തിരുന്നു എന്നാണ് ഇത് അല്ല, മനസ്സിലാക്കുന്നത്. അതിനകത്ത് നമ്മൾ കണ്ട വീഡിയോ ക്ലിപ്പിങ്ങിൽ ഉള്ള ചെസ്റ്റ് കംപ്രഷനോ അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷയോ അത് കറക്റ്റായിട്ട് അവിടെ നടന്നു എന്നുള്ളത് തോന്നുന്നില്ല. കാരണം അത് നമുക്ക് അങ്ങനെ ഒരു രോഗിക്ക് ഹൃദയാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റേബിൾ ആക്കാനുള്ള ചികിത്സയായിരുന്നു കൊടുക്കേണ്ടത്. കൃത്യമായ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണം, അതല്ലെങ്കിൽ കൃത്യമായ ശ്വാസോച്ഛ്വാസം വേണമെങ്കിൽ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞ് സ്റ്റേബിൾ ആയ ശേഷമാണ് പേഷ്യന്റിനെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ CPR കൊടുത്തിരുന്നില്ലയോ, ഇങ്ങനെ ഏതെങ്കിലും ചർച്ചകൾ വന്നിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ ആദ്യം കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ CPR കൊടുത്ത ലക്ഷണമോ അല്ല, അവിടെ നിന്ന് പെട്ടെന്ന് അവർ പിന്നെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അവിടെ ചെന്ന ശേഷമാണ് ഈ ലൂക്കാസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അവിടെ യൂസ് ചെയ്തത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, BJPയുടെ നേതാവ് പറഞ്ഞത് പിന്നെ വെന്റിലേഷൻ മാത്രമല്ല, അവർ അതിന് പുറമെ ലൂക്കാസ് എന്ന് പറയുന്ന പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് ഹാർട്ട് പിന്നെ അത് ഓക്സിജൻ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ തിരിച്ചു കൊടുക്കുക. ഇവിടെ പറഞ്ഞ പോലെ CPRന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെസ്റ്റ് കംപ്രഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം ഈ മെഷീൻ എത്ര സമയം വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻഡിക്കേഷനിൽ തന്നെ ഒരു പ്രധാന കാര്യം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പേഷ്യൻറ്റിന് വല്ല ഗുണവും ഉണ്ടാവുമോ, അത് തിരിച്ചു വരുമോ എന്നുള്ള ഉറപ്പുണ്ടെങ്കിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇതിന് പ്രൈമറി ആയിട്ടുള്ള ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം. ഇനി ഇല്ലെങ്കിൽ ഈ CPR എത്ര സമയം വരെ കൊടുക്കാം? 12 മണിക്കൂറാണ് CPR യൂസ് ചെയ്തിരിക്കുന്നത്. 40 മിനിറ്റ്സ് മാത്രമാണ് ഇതിന്റെ പരമാവധി സമയം തോന്നുന്നു. ആണോ ഡോക്ടർ? എനിക്കറിയില്ല. ഇല്ല, അത് സമയം എന്ന് അത് ഡോക്ടറാണ് പറയേണ്ടത്. നമ്മൾ ഈ CPR എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസം കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതിനാണ് CPR എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ CPR സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവരും ലോകത്ത് മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട് അതിനകത്ത്. അതനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതേമാതിരി മണിക്കൂറുകളോളം ഒരാളെ ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തിട്ട് ജീവനെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞ 30-40 മിനിറ്റ് അത് നമുക്ക് അത് ഓരോ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ട കാര്യമാണ്. എത്തിക്സുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേരള ഘടകത്തിന്റെ പ്രസിഡന്റാണ് താങ്കൾ, ഡോക്ടർ ഇസ്മയിൽ. ഇതേ അവസ്ഥയിൽ കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള മെഡിക്കൽ കോളേജുകളിലോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത്യാസന്ന നിലയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ മകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നതിന് പിന്നിലെ എത്തിക്സ് സപ്പോർട്ട് എന്താണ്? അല്ല, ഇത് എത്തിക്സിന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. ഒന്നാമത്തെ ഘടകമാണ് ഓട്ടോണമി, പേഷ്യന്റെ സ്വയം അധികാരം, പേഷ്യന്റെ സ്വയം നിർണയാധികാരത്തെ മാനിക്കുക എന്നുള്ളത്. അപ്പോൾ പേഷ്യന്റ് ഇതുപോലെ അബോധാവസ്ഥയിലാണെങ്കിൽ മാനിക്കേണ്ടിയിരുന്നത് അടുത്ത ബന്ധുക്കളുടെ സ്വയം അവരുടെ ഓട്ടോണമി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ രോഗി ഇതുപോലൊരു അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ഇയാളുടെ മുന്നിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഇവരുമായിട്ട് വിശദീകരിച്ചിട്ട് അവരുടെ തീരുമാനം അനുസരിച്ചാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടത്. ഈ ഓട്ടോണമി ലംഘിക്കുമ്പോൾ തീർച്ചയായും അത് അയാളുടെ പിന്നെ അസോൾട്ടാണ്, നിയമപരമായിട്ട് തെറ്റാണ്. ഇത് 100% തിരിച്ചു വരുന്ന ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ രോഗിയുടെ ബന്ധുക്കൾ ചികിത്സ നിർത്തണമെന്ന് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇവർ നിർത്തണമായിരുന്നു. ഇതിനേക്കാളും വലിയൊരു തമാശ എനിക്ക് പോയിന്റ് ചെയ്യാനുള്ളത്, ഈ രോഗി പാർലമെൻറ്റിൽ കുഴഞ്ഞു വീഴുന്നത് പിന്നെ അസിസ്റ്റോളയാണ്, ഹാർട്ട് ഫങ്ഷൻ പൂർണ്ണമായി നിൽക്കുമ്പോഴാണ്. ഇങ്ങനത്തെ ഒരു പ്രോട്ടോക്കോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സൽ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ എന്ന് പറയും. സ്വാഭാവിക രക്തചംക്രമണം തിരിച്ചു വന്നിട്ട് മാത്രമേ പേഷ്യൻ്റ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. അതാണ്. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി കുഴഞ്ഞു വീണിരുന്നെങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുമായിരുന്ന ചികിത്സയുടെ നിലവാരമാണ് നമ്മൾ അന്ന് കണ്ടത്. കൃത്രിമമായി ശ്വാസം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല, ആംബോ ബാഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ CPR ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ടുകൂടി ഒരു കംപ്രഷറിന് 5 സെൻറ്റിമീറ്റർ താഴ്ച വരേണ്ട പ്രഷർ കൊടുക്കേണ്ടതിന് പകരം ഈ കൊണ്ടുവരുന്ന ഡോക്ടർ ഒരു പേരിന് മാത്രം കൈവച്ച് ഒരു കൈ കൊണ്ട് അമർത്തി ഇടയ്ക്കയാളുടെ പാൻറ്റൊക്കെ ശരിയാക്കി ചെയ്തിരുന്നത്. അതൊരു CPR അല്ലായിരുന്നു, ഒരു തമാശ മാത്രമായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ, സുവർണ്ണ സ്വപ്നങ്ങളിലേക്ക് ഇന്ത്യ സ്വർണ്ണനാര് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പാകി പോകുമ്പോൾ ഇവിടെ അടിസ്ഥാനമായ രാജ്യത്തെ ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ കുഴഞ്ഞു വീണാൽ പോലും ചികിത്സിക്കാനുള്ള സംവിധാനം പാർലമെന്റിൽ പോലും ഇല്ലാത്തൊരവസ്ഥയാണോ? പാർലമെന്റിൽ കുഴഞ്ഞു വീണ സമയത്ത്
ഇതൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം കുഴഞ്ഞു വീണ സമയത്ത് തന്നെ ഡോക്ടർമാർ ഓടിയെത്തുകയും അദ്ദേഹത്തിൻ്റെ പൾസ് പരിശോധിക്കുകയും ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഉടൻ നമ്മൾ എന്താ ചെയ്യുക? ഉടൻ നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്തിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. മുനീർ സാറ് പറഞ്ഞ പോലെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. പൾസ് വീക്കായിരുന്നു, പക്ഷെ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ അടിയന്തരമായി നേരത്തെ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് വന്നു. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ വക്കീൽ ഹാരിസ് ബീരാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ ഇവർ ഈ മരണസമയത്ത് മരിക്കുന്ന ജീവനുള്ള സമയത്താണ് ചെവിയിൽ ഒരു ഓതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിലുണ്ട്. അത് അദ്ദേഹം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് അല്ലേ? അഡ്വക്കേറ്റ് ആണ്. ഞാൻ പറയും ശരിയാണ്, ഇത് ചെയ്തിരുന്നു. ഇത് ചെയ്യുന്ന എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളില്ല. അപ്പൊ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർമാര് സിസ്റ്റം ഫംഗ്ഷൻ അല്ല എന്ന് 100% ഉറപ്പാണ്. വേറൊരു സിസ്റ്റം തകർന്നാലും ഈ രോഗി ഇങ്ങനെ ഇളകാതെ കിടക്കുകയില്ലായിരുന്നു. ഇപ്പൊ നാഡീ വ്യവസ്ഥ തകർന്നാലും രോഗിക്ക് ഇളക്കമുണ്ടാവും. റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലും ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ അസിസ്റ്റോളിലാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഉറപ്പാണ്. മറ്റൊരു റിപ്പോർട്ട് ഇന്നലെ ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നത് ഡീഫിബ്രിലേറ്റർ പറഞ്ഞൊരു യന്ത്രമുണ്ട് ഹാർട്ട് റേറ്റ് തിരിച്ചു പിടിക്കാനുള്ളത്. അത് പാർലമെന്റ് അകത്ത് ഒന്നുപോലും ഇല്ല. ഇരുപതെണ്ണം വാങ്ങാനുള്ള സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നുപോലും അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഒരു ടൈമിൽ ഇവിടെ 5 ഡോക്ടർമാരെങ്കിലും ക്രിട്ടിക്കൽ കെയറിൽ ട്രെയിനിങ് ഉള്ള ആളുകൾ വേണമായിരുന്നു. ഒരാൾ പോലും ഇതിൽ ട്രെയിനിങ് ഉള്ള ആൾ പാർലമെന്റിൽ ഇല്ലായിരുന്നു. അല്ല, ഇതിൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ആശുപത്രി അധികൃത ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അവർക്ക് ശിക്ഷിക്കണം. ഇവിടെയാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചുകൊണ്ട് സർക്കാർ തന്നെ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത് പാർലമെന്റിന്റെ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ന്യായമായ ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഒരു രോഗിയുടെ മരണം, ഒരു ഈ അഹമ്മദ് സാഹിബിനെ പോലുള്ള ആളുടെ മരണം സംഭവത്തിന് ശേഷം പാർലമെന്റ് അല്ല അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നൽകേണ്ടത്. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നൽകാനുള്ള അധികാരം ആർക്കാണ്? ഡോക്ടർമാർക്കാണ്. പാർലമെന്റ് സമിതി അല്ലല്ലോ അതിന്റെ റിപ്പോർട്ട് കൊടുക്കും. ഡോക്ടർമാരാണ് അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നൽകേണ്ടത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം സഭാ നടപടികൾ മുടങ്ങി ആ ദിവസമുണ്ടല്ലോ, പിറ്റേ ദിവസം. അതിനുശേഷം നമ്മൾ ന്യായമായും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തരണം, ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തരണം, എന്താണ് സംഭവിച്ചത് എന്ന്. ഇപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പറയുന്നു അന്വേഷണമാകാമെന്ന്. ഒരു ഗവൺമെന്റിന്റെ ഒരു വേർഷൻ ഉണ്ടായിരുന്നെങ്കിൽ തൃപ്തരാകില്ലായിരുന്നോ? അല്ല, ഞാൻ പറയുന്നത് ഈ പാർലമെൻറ്റിലെ അംഗങ്ങളല്ല ഡോക്ടർമാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം. പാർലമെൻറ്റിൻ്റെ ഒരു സമിതി എന്ന് പറഞ്ഞാൽ ഉന്നത സമിതിയാണ്. ആ സമിതി പോയിട്ട് ഡോക്ടേഴ്സുമായിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വേറെ എക്സ്പേർട്സും ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും 2 വേർഷൻ കേൾക്കുന്ന സമയത്ത് ഈ ഉന്നത തലത്തിലിരിക്കുന്ന ഈ സമിതിയിൽ എല്ലാവരും ഉണ്ട്. അതിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലാതെ എല്ലാവരും അടങ്ങുന്ന ആ സമിതിയുടെ മുന്നിൽ ഒരു എക്സാമിനേഷൻ നടത്തി ഇരുഭാഗത്തിൻ്റെയും വേർഷൻ കേട്ടിട്ട് അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് പോലും അനുവദിക്കില്ല എന്ന് പറയുമ്പോഴല്ലേ ചില നിഗൂഢതകളുണ്ട് എന്ന് തോന്നിപ്പോകുന്നത്. ഇതിൽ എന്ത് നിഗൂഢതയുള്ളത് ഞാൻ ചോദിക്കട്ടെ? സംശയം ഉണ്ടാകുന്നതും പാർലമെന്റിന്റെ സമിതിയുടെ അന്വേഷണം ആവശ്യമാണെന്ന ന്യായമായ ആവശ്യം നിരാകരിക്കപ്പെടുമ്പോഴാണ്. അതിലേറെ നിഗൂഢതയുണ്ടെന്ന് സംശയിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ കുതിച്ചെത്തുകയും അതിനുശേഷം ബന്ധുമിത്രാദികൾക്ക് പ്രവേശനാനുമതി ICUവിലേക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ്. പാഞ്ഞെത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയോ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയോ അല്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ എന്തു കാര്യമെന്ന പ്രസക്തമായ ചോദ്യമുണ്ട് നിഗൂഢതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇടവേളയ്ക്ക് ശേഷം മാന്യത കാട്ടാമായിരുന്നില്ലേ മരണത്തോടെന്നാണ് കേരള സമിറ്റ് അന്വേഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് ഇവിടെയാണ് ഒരു സംശയം. സംശയമുണ്ടാവുന്ന ആദ്യത്തെ വഴി പാർലമെൻറ്റിലുള്ള ന്യായമായ ആവശ്യം നിരാകരിച്ചു, ഒരു പാർലമെൻറ്റ് സമിതി അന്വേഷിക്കണമെന്നുള്ളത്. രണ്ടാമത്തത്, ബന്ധുമിത്രാദികളെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. മൂന്നാമത്, ഹോസ്പിറ്റലിലെത്തിയ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പാർലമെൻറ്റിൻ്റെ ഓഫീസ് ചുമതലയുള്ള മന്ത്രിയാണ്. പാർലമെൻ്ററി കാര്യ മന്ത്രിയോ അതല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ല അവിടെ എത്തിയത് എന്ന് ഓർമ്മിക്കണം. ഇവരാരും തന്നെ, ഈ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മന്ത്രി അഹമ്മദിൻ്റെ ബന്ധുമിത്രാദികളെയോ അവിടെ ആ സമയത്ത് ഹാജരായിരുന്ന പാർലമെൻറ്റ് അംഗങ്ങളെയോ കാണാൻ കൂട്ടാക്കിയില്ല. ഇതിൽ ആദ്യം പറഞ്ഞ ചോദ്യത്തിന്
ഇപ്പോൾ പാർലമെൻ്ററി സമിതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു. അറമൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന അഹമ്മദ് സാഹിബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കൃത്യമായ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നേ ഉള്ളൂ. അത് ലഭിച്ചു കഴിഞ്ഞാൽ ശേഷം മാത്രമേ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ചോദ്യം ജിതേന്ദ്ര സിംഗ് അവിടെ വരേണ്ടിയിരുന്നത് ആരോഗ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിനിധിയെ അയച്ചു. അദ്ദേഹം അവിടെ കാര്യങ്ങൾ അന്വേഷിച്ചു, വിദഗ്ധ ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇത് മാത്രമല്ല, ന്യായമായും ഹോസ്പിറ്റലിൽ സന്നിഹിതനായിരുന്ന ഇ അഹമ്മദിന്റെ മക്കളെയോ അല്ലെങ്കിൽ എന്തിനേറെ ഇ.ടി. മുഹമ്മദ് ബഷീറിനെയെങ്കിലും കണ്ട് ഇ അഹമ്മദ് സാഹിബിനെ കാണാനുള്ള അവസരം കൊടുക്കണമായിരുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടയ്ക്കിടയ്ക്ക് അഹമ്മദ് സാഹിബിൻ്റെ അസുഖ വിവരങ്ങളും അതുപോലെ ചികിത്സാ കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു, അന്വേഷിച്ചിരുന്നു. ഒരു മന്ത്രിയെ പറഞ്ഞയച്ചു. പ്രധാനമന്ത്രിയെ തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് അനുശോചനം അറിയിച്ച് ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പരമാവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. കാരണം ഈ മരണത്തെ വിവാദമാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ലല്ലോ. ഇതാണ് വല്ലതും കിട്ടാനുണ്ടോ? നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി വന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വരുന്നതിന് പോലും തുല്യമാണെന്നാണ് വാദം. ഞാൻ ചോദിക്കുന്നത് ഇതിന് ശേഷം നടന്ന സംഭവങ്ങൾ കൂടി കൂട്ടി വായിക്കുക. അദ്ദേഹം മരിച്ചു എന്ന് 2:30 ഉറപ്പ് കിട്ടി. ബഡ്ജറ്റ് പിറ്റേ ദിവസം അവതരിപ്പിക്കുന്നു. സത്യത്തിൽ എത്ര വർഷം പാർലമെൻറ്റിലെ അംഗമായിരുന്നു ഇ അഹമ്മദ് സാഹിബ്? അദ്ദേഹം 2 പ്രാവശ്യം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു. വാജ്പേയി ഗവൺമെൻറ് കാലഘട്ടത്തിൽ പോലും ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള മിഷന് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഇ അഹമ്മദ് സാഹിബിനെയാണ്. അങ്ങനെയുള്ള ഒരു ഇ അഹമ്മദ് സാഹിബിൻ്റെ മരണം അറിഞ്ഞ സാഹചര്യത്തിൽ, അതും ആ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് മരണമടയുമ്പോൾ സ്വാഭാവികമായും ഒരു ബഡ്ജറ്റിൻ്റെ മണിക്കൂറെങ്കിലും, ഞാൻ പറയുന്നത് അത് രാവിലെ ഉള്ളത്, ഇപ്പോൾ നമ്മൾ റെഫറൻസ് നടത്തി പിരിയുകയാണ്. വൈകുന്നേരം നമ്മൾ വീണ്ടും സന്ധിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു സന്മനസ് അവരുടെ മുന്നിൽ വെച്ച് സ്വന്തം സഹപ്രവർത്തകൻ മരിച്ച ശേഷം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം കൂട്ടി വായിക്കുകയും ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന പ്രിഫറൻസ് എന്ന് മനസ്സിലാക്കുക. അതിനപ്പുറം ഈ ഒരു വ്യക്തിയെ അവർ ഒരു തരത്തിലും ഒരു ഇൻഡിവിജ്വലായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് എന്ന് കണ്ടില്ല എന്നുള്ള ഒരു വേദനയാണ് ഞാൻ പറയുന്നത്. കീഴ്വഴക്കമനുസരിച്ച് ഒബിച്വറി റെഫറൻസ് നടത്തി ആ ദിവസം പിരിയുകയാണ് സിറ്റിംഗ് എം പി ആണെങ്കിൽ. സിറ്റിംഗ് എം പി ഡൽഹിയിൽ തന്നെയാണെങ്കിൽ സഭയിലെ മുഴുവൻ അംഗങ്ങളും അദ്ദേഹത്തെ പോയി അനുശോചനം രേഖപ്പെടുത്തി അവിടെ പോയി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും. ഇതാണ് പാലിച്ചു വരുന്ന കീഴ്വഴക്കം. അല്ല, അതിൽ കീഴ്വഴക്കം നേരത്തെ ഉണ്ടായിട്ടുള്ള 2 കീഴ്വഴക്കം ഞാൻ പറയാം. ഒന്ന് 1954 ഏപ്രിൽ 19 ആണ് ആദ്യ സംഭവം. അന്ന് സിറ്റിംഗ് എം പി ആയിരുന്ന ജുൽസാർ പാൽ സോറൻ എന്ന് പറയുന്ന എം പി അന്തരിച്ചു. അന്ന് റെയിൽവേ ബഡ്ജറ്റ് മാറ്റിവെച്ചില്ല, അനുശോചനം രേഖപ്പെടുത്തി റെയിൽവേ ബഡ്ജറ്റ് മാറ്റിവെച്ചില്ല. 1974 ആഗസ്റ്റ് 31 ബഡ്ജറ്റ് ദിവസമാണ് എം പി റാണ എന്ന് പറയുന്ന മന്ത്രി മരിച്ചു. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ബഡ്ജറ്റുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് സ്പീക്കർ ഉണ്ടായിരുന്നത്. ഇതാണ് കീഴ്വഴക്കമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കീഴ്വഴക്കം. അങ്ങനെ സംഭവിക്കരുത്. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരാൾ മരിച്ചിരുന്നെങ്കിലോ? അല്ല, അത് അങ്ങനെ ഉണ്ടാവരുത്. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗം മരിച്ചപ്പോൾ തന്നെയാണ് 74 ബജറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എങ്ങനെ ഒരു പേഷ്യന്റിന്റെ ഓട്ടോണമി മെഡിക്കൽ രംഗത്ത് എത്തിക്സിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ബന്ധുമിത്രാദികൾക്ക് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് എങ്ങനെ ന്യായീകരിക്കും? ഏത് അർത്ഥത്തിലാണ് ന്യായീകരിക്കുക? ഒരുപക്ഷെ നമ്മൾ പൊതുവെ പറയാറുള്ള പല മരണങ്ങളും നടന്നതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള പരിശോധനകൾ നടത്തുകയും അത് വരാതിരിക്കാനുള്ള തിരുത്തലുകൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഇപ്പം ചർച്ച ചെയ്യപ്പെട്ട പോലെ പാലിക്കപ്പെടേണ്ട പല കാര്യങ്ങളും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഇന്ത്യയിലൊട്ടാകെ നമുക്ക് കാണാവുന്നൊരു കാര്യം, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ആ മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ മോശമാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ വെച്ച് ഒരു അംഗം അല്ലെങ്കിൽ ഒരു മന്ത്രി മരണപ്പെടുകയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലും നമ്മൾ ആലോചനയിലില്ല എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. ഒരു രോഗി എപ്പോഴാണ് മരണപ്പെടുന്നത് എന്ന്
ഒരുപക്ഷെ IC യൂണിറ്റോ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ചാർജുള്ള ഡോക്ടർ പറയുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ ഈ രോഗി മരണപ്പെട്ടിട്ടുണ്ടാവും. ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ നടന്നിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ നമ്മൾ അന്ന് കേട്ട ഒരു വാർത്ത, 10-20ഓളം ആളുകൾ ഒറ്റയടിക്ക് മരിക്കുന്നു ഒരു ആശുപത്രിയിൽ. അവിടെ ഓക്സിജൻ കിട്ടാതെ മരണപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ മാധ്യമ വാർത്ത വന്നത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർ സുഹൃത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്, സത്യത്തിൽ ഓക്സിജൻ കിട്ടാഞ്ഞിട്ടല്ല, പല രോഗികളും മരണം സംഭവിച്ച രോഗികളായിരുന്നു ആ വാർഡിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പം ജനിക്കണമെന്ന് തീരുമാനിക്കുന്നത്, എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ഇന്ന് നമുക്ക് ഉണ്ട്. നമ്മൾ എല്ലാ എത്തിക്സും അതിൻ്റെ അതിൽ മാറ്റപ്പെടുക എന്നുള്ളതാണ്. തെറ്റാണ്. എപ്പോ മരിക്കണം നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള എല്ലാ ICUയിലും പരമാവധി ഉള്ളത് വെന്റിലേറ്ററാണ്. ഒരു വെന്റിലേറ്റർ കൊണ്ട് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ശ്വാസകോശത്തെ മാത്രമാണ്. ഹാർട്ട് നിലച്ചു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ മാത്രം ഇട്ടിട്ട് ഒരു രോഗിയെ 6 മണിക്കൂറിൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ശരീരം ദ്രവീകരണം തുടങ്ങും. സംശയമല്ല. ഇപ്പൊ ഈ അഹമ്മദ് MP കാര്യത്തിലാണെങ്കിലും മരണത്തിന്റെ മണിക്കൂറുകൾ നീട്ടിക്കൊണ്ടുപോകാൻ ICUവിന് കഴിയുമായിരുന്നില്ലേ? എൻ്റെ രേഖീയമായി ഒഫീഷ്യലായി റെക്കോർഡിക്കലായി ഒഫീഷ്യലി നമുക്കറിയില്ല. അവിടെ എത്തുമ്പോൾ പൾസ് ഉണ്ടെന്ന് അവർ ഡോക്യുമെന്റ് ചെയ്താൽ നമുക്കത് വിശ്വസിക്കാല്ലാതെ നിവൃത്തിയില്ല. പക്ഷെ ആ രോഗിയെ കൊണ്ടുവന്ന ഒരു രൂപം കണ്ടിട്ട് അയാൾക്ക് പൾസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ബഹുമാനായി 2:30 മുമ്പേ മരണം സംഭവിച്ചിട്ടുണ്ട്. നോക്കൂ സാർ, ഇവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ICUവിൽ നിന്ന് വരുന്നതാണ് അവസാനത്തെ കുറിപ്പ്. ICU ആണല്ലോ അവസാനം 6 മണിക്കൂർ ICUലാണെങ്കിൽ. ഇസ്മയിൽ പറയുന്ന കാര്യം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പ്രതികരിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വേണം. എന്താണ് ട്രീറ്റ്മെന്റ് നടന്നത്? അപ്പോൾ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ വേർഷനോ ആ ഹോസ്പിറ്റലിന്റെ വേർഷനോ ഇല്ലാതെ ആ സമയത്ത് ചില ആൾക്കാർ പറയുന്നു അഹമ്മദ് സാഹിബിന് ജീവൻ ഉണ്ടായിരുന്നു, ചില ആൾക്കാർ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് സമ്മറി കണ്ടാൽ മാത്രമേ കൃത്യമായിട്ട് ഏത് സമയത്താണ് ഹൃദയം നിലച്ചത്. ആദ്യം ഈ പറയുന്ന CPR കൊടുക്കാൻ വേണ്ടി ലൂക്കാസ് മെഷീൻ കൊടുക്കുന്നു, പിന്നീട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു, പിന്നീട് ട്രോമാ കെയറിലേക്ക് മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ ശ്രീ MP സംഭവിച്ചിരിക്കുന്നത്? വെന്റിലേറ്റർ, ICU, ട്രോമാ കെയർ. ഈ ലൂക്കാസ് മെഷീൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഹാർട്ട് നിശ്ചലമാണ്, പൾസില്ല, ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണുള്ള സംശയം. ഇത് 12 hours വരെ, അത് മകൾ പറഞ്ഞ കാര്യമാണ്, 12 hours വരെ ലൂക്കാസ് മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ലൂക്കാസ് പറയുന്നു. അത് പിന്നീട് ഇൻറ്റേർണൽ റിബ് ഇഞ്ചുറി, സ്കിന്നിലേക്ക്, പിന്നെ പാങ്ക്രിയാസ് റപ്ചർ തുടങ്ങിയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ഇതിന് പുറമെ വെന്റിലേഷൻ കൂടി കൊടുത്ത ഇതിൻ്റെ ഒരു പ്രശ്നം ആ ഫേസിലേക്ക് എയർ കയറുകയോ എന്താണെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖം ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അത് അവരുടെ മക്കളാണ് പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഒരു ബോഡിയെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നതിന് സമമാണ്. അത് യുദ്ധത്തിൽ പോലും ഒരു നിയമമുണ്ട്. ബോഡിയെ നമ്മൾ ഇൻടാക്റ്റായിട്ട് ശത്രു രാജ്യത്തിന് കൊടുക്കുകയാണെങ്കിലും ഇൻടാക്റ്റായിട്ട് കൊടുക്കണമെന്നുള്ളത്. പക്ഷേ അവിടെ നിന്നും നമുക്ക് തിരിച്ചു കിട്ടിയ ഈ അഹമ്മദ് സാഹിബിൻ്റെ മുഖം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത്ര വേദന. നോക്കൂ, 46 വർഷം പാർലമെന്ററി രംഗത്തും പാർട്ടി പ്രവർത്തനത്തിലും സജീവമായൊരു മനുഷ്യന്റെ മൃതശരീരമെങ്കിലും ന്യായമായും വികൃതമാക്കപ്പെടാതെ തിരിച്ചു കിട്ടുക എന്നുള്ളത് പാർട്ടി പ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഇവിടെ സർക്കാർ പാർലമെന്റിന്റെ ഉപസമിതിയുടെ അന്വേഷണം നിഷേധിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രധാനപ്പെട്ട കാരണം റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലെ മരണത്തിന്റെ ഉത്തരവാദിത്വം അന്തിമമായി വന്നു ചേരുക കേന്ദ്ര ഗവൺമെന്റിലാണ്. ഇതിലെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയ ആശുപത്രിയിലെ ഡോക്ടർമാരെ, ഇദ്ദേഹത്തെ പോലെ ഡോക്ടർമാർ, അവർ ചെയ്ത കാര്യങ്ങളെ മോശമായി കാണുന്നത് ശരിയായ രീതിയല്ല. എന്താണ് ഞാൻ പറയട്ടെ ഈ വിഷയത്തിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മുഖം വികൃതമാക്കി എന്താണ് ആശുപത്രിക്കാർക്ക് ആവശ്യം? നിങ്ങൾ ഈ ഉന്നയിക്കുന്നില്ല സാധാരണ ഇത്തരം പിന്നെ ആളുകൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാവും. ബുള്ളറ്റിൻ പുറത്തിറക്കണം. ബുള്ളറ്റിൻ ആ സമയത്ത് തന്നെ ഇറക്കുമല്ലോ. എല്ലാം ഇപ്പൊ ജയലളിതയുടെ ഹോസ്പിറ്റലിൽ ജയലളിത കിടന്നപ്പോൾ ഓരോ ഇഷ്യൂവും അവിടെ ഡോക്ടർമാർ വന്ന് പ്രസ്സിനോട് ഓരോ മണിക്കൂർ ഇടവിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ മക്കളോടെങ്കിലും പറയണ്ടേ? ബന്ധുക്കൾ വരുമ്പോൾ
അവിടെ നിന്ന് ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നവർ 2 ജൂനിയർ ഡോക്ടർമാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ രാം മനോഹർ ലോഹിയിൽ വേറെ ഡോക്ടർമാരില്ലായിരുന്നു? ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം, അന്വേഷിക്കണം. അഹമ്മദ് സാഹിബിനെ RML ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് തന്നെ ഡോക്ടർമാർക്ക് ഒരു ധർമ്മമുണ്ട്. അവർ ആ ധർമ്മം 100% ആ സമയത്ത് കീപ്പ് ചെയ്തിരുന്നു. അവർ പറഞ്ഞു ഇദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന് കൂടെയുള്ള MP മാരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് കേന്ദ്രമന്ത്രി അവിടെ വരുന്നത്. അത് പത്രങ്ങൾ വന്നാണ്, എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആധികാരികമായി മരിച്ചു എന്ന റിപ്പോർട്ട് മരിച്ചിരുന്നു എന്നാണ് ഔദ്യോഗികമായി ഡോക്ടർമാർ ET മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞിരുന്നു. ഇല്ല, അത് സംബന്ധിച്ച് ഇപ്പം 2:30 മണിക്കാണ് ഔദ്യോഗികമായി മരണം ഡിക്ലെയർ ചെയ്തത് ഹോസ്പിറ്റൽ. അതിനിടയിൽ ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് സിറ്റുവേഷൻ എന്ന് ഒരു ഘട്ടത്തിലും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് പറഞ്ഞില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. RML ഹോസ്പിറ്റലിലെ അധികൃതരുടെ മുമ്പിൽ വെച്ച് ET മുഹമ്മദ് ബഷീർ MP പോലുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അഹമ്മദ് സാഹിബ് നിശ്ചലമായതാണ് കാണുന്നത്. അവർക്കൊരു മെഡിക്കൽ ബുള്ളറ്റിനെയും ആവശ്യം അപ്പം കാണില്ല. അതുകൊണ്ട് ബഷീർ സാഹിബിന് അങ്ങനെ പറയേണ്ടി വരുന്നത്. നേരെ മറിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടത് RML ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അധികൃതരാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ദുരൂഹത ഉണ്ടാകുന്നത്. ഇവിടെ ഇത്തരത്തിൽ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ഒരു പാർലമെന്റ് അംഗം അവിടെ സഭാങ്കണത്തിൽ വെച്ച് മരിച്ചു വീണപ്പോൾ അത് സ്ഥിരീകരിക്കാനോ അതിൻ്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ. ആ ദുരവസ്ഥക്ക് ആരെപ്പോൾ ജനിക്കണം ആരെപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ഇവിടുത്തെ ഭരണകൂടമാണ്. അവിടെ നടന്നത് ഈ സംഭവമൊക്കെ നടന്ന് ഈ മന്ത്രി വന്നതിന് ശേഷം ഡോക്ടർമാർ ടോൺ മാറി ഇദ്ദേഹത്തെ വേറെ ICUലേക്ക് മാറ്റി. അതിനുശേഷം ഈ ബഡ്ജറ്റ് നിർത്തിവെക്കാനൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഫെബ്രുവരി 28 നടക്കേണ്ട ബഡ്ജറ്റ് പിന്നെ ഫെബ്രുവരി 1 വെച്ചിട്ട് അതെന്തുകൊണ്ട് മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ മുമ്പ് നടന്നത് 57 മറ്റും നടന്ന ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളല്ല പറയേണ്ടത്. ഈ കേന്ദ്രമന്ത്രിയായിട്ട് 10 വർഷവും കേന്ദ്രമന്ത്രിയും ഇത്രകാലം MP-മായ ഒരാൾ മരിക്കുമ്പോൾ, ആ സഭയിൽ നിന്ന് മരിക്കുമ്പോൾ ബഡ്ജറ്റിൽ ചെറിയ മാറ്റം പറഞ്ഞ് എന്ത് വികാരമാണ് നിങ്ങളെ ബഡ്ജറ്റ് മാറ്റി വെക്കാൻ? RML ആശുപത്രിയിൽ അഹമ്മദ് MP-യുടെ സുഖവിവരം അന്വേഷിക്കാൻ എത്തിയ ജിതേന്ദ്ര സിംഗിന് അറിയില്ലായിരിക്കാം അഹമ്മദിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച്. അതറിയണമെങ്കിൽ LK അദ്വാനി എന്ന രാഷ്ട്രത്തിന്റെ പഴയ ഉപപ്രധാനമന്ത്രിയോട് ചോദിക്കണം. അഹമ്മദാബാദ് കൂട്ടക്കൊലയുടെ കാലത്ത് LK അദ്വാനി പറഞ്ഞതനുസരിച്ച് ഗുജറാത്തിലെത്തിയ അഹമ്മദിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് ഒരു കരുത്തുമുണ്ട്. അത് ജിതേന്ദ്ര സിംഗിന് അറിയാതെ പോയത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ചരിത്രത്തിന്റെ ഭാഗമായതാണോ എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കേരള സമിറ്റ് അന്വേഷിക്കുന്നത് അഹമ്മദ് MP-യുടെ മരണത്തിന്റെ ദുരൂഹതകൾ എന്തൊക്കെ അവശേഷിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഉണ്ണികൃഷ്ണൻ, വളരെ പെട്ടെന്ന് മാസ്റ്റർ പറയാം. അഹമ്മദ് സാറിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആശുപത്രി അധികൃതർ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പരിഹാരത്തിനുണ്ടാക്കാൻ സാധിക്കും. ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബജറ്റ് ഒരു ഭരണഘടനാപരമായ ദൗത്യമാണ്. മാത്രമല്ല, ഡിമോണിറ്റൈസേഷന് ശേഷം രാജ്യത്തിൽ 130 കോടി ജനങ്ങൾ ഒരു ബജറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിൻ്റെ പ്രസിഡന്റ് അത് ഒപ്പിട്ട് കഴിഞ്ഞു, അതിൻ്റെ ഇത് കഴിഞ്ഞു. അത്തരം രഹസ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന കീഴ്വഴക്കം അനുസരിച്ചാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും ശരി, നേരത്തെ അവർ പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരെ പ്രാഥമിക അവകാശമാണ്. നമ്മളെ വളരെ അടുത്ത അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ കാണിക്കണമായിരുന്നു എന്നല്ലേ അവരെ പ്രാഥമിക. ഇവിടെയാണ് ഉണ്ണികൃഷ്ണ മാസ്റ്റർ പ്രശ്നം. ഞാൻ പറയട്ടെ, ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് ഉള്ളിലെ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ചോദിച്ചുകൊണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ പുറത്തു നിൽക്കുന്ന ആൾക്കാർ അതിനുള്ളിൽ കയറുകയും അത് അവരുടെ ചികിത്സാ സൗകര്യങ്ങൾക്ക് ദോഷമാണെന്ന് കാണുകയും ചെയ്താൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അതിൽ പേഷ്യൻസിന് കയറുന്നതിൽ നിയന്ത്രണങ്ങളുണ്ടോ ഇല്ലയോ? നിയന്ത്രണങ്ങളുണ്ട്. എന്താ നിയന്ത്രണം വെക്കാൻ കാരണം? ഉള്ളിലുള്ള പേഷ്യന്റിന് ദോഷമുണ്ടാകുന്നത് കൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നു. ഡോക്ടർക്ക് അറിയാലോ ആ കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ ആയതുകൊണ്ടായിരിക്കും ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആയാലും ഡോക്ടറായാലും നമ്മളൊക്കെ കയറി ചെന്നാൽ കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അല്ലാതെ അവരെ മാത്രം കടത്താതിരിക്കാൻ ഡോക്ടർമാർക്ക് അത്ര നിയന്ത്രണമില്ല. അവരെ മാത്രം കടത്താതിരിക്കാൻ താല്പര്യം. ആദ്യമായി ഇവരെല്ലാവരും കൊണ്ടുപോയി അവരെ
ഉത്തരവാദപ്പെട്ട രണ്ടുപേരെങ്കിലും കൊണ്ടുപോയി രോഗിയുടെ അവസ്ഥ കാണിച്ച് നമുക്ക് ലഭ്യമായ വിവരം നിങ്ങൾ പറയുന്നു രോഗിയുടെ കെയറിന് വേണ്ടിയിട്ടാണ് അവിടെ ബന്ധുക്കളെ അടക്കം അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരുന്നത് എന്ന്. പക്ഷെ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേവലം അവിടുത്തെ PG വിദ്യാർത്ഥികളെ മാത്രം അവിടെ അഹമ്മദ് സാഹിബിനെ ട്രീറ്റ് ചെയ്യാൻ കാണാൻ വേണ്ടി വന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൊടുത്തൊരു കാര്യം ബജറ്റ് അവതരണമായിരുന്നു. അതിന്റെ ഇടയിൽ ആര് മരണപ്പെട്ട് കഴിഞ്ഞാലും അതൊരു വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മരണം പോലും മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ അവിടെ മരണപ്പെട്ടത് ഏതോ ഒരാളല്ല, അവിടെ മരണപ്പെട്ടത് നൂറ്റാണ്ട് കാലം ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ആളാണ്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ പോയി ഇന്ത്യയുടെ മതേതരത്വം ഉയർത്തിപ്പിടിച്ച പൊതുപ്രവർത്തകൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരാളെക്കുറിച്ച് അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുള്ളത് കൊണ്ട് തന്നെ ഈ ബുള്ളറ്റിൻ ഇറങ്ങേണ്ടതായിരുന്നു. മാത്രമല്ല ബന്ധുജനങ്ങൾക്ക് ICUവിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രിക്കോഷൻസോടുകൂടി സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർക്ക് എന്താ ആവശ്യം? ഞാൻ ചോദിക്കുന്നത് ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ അകത്തേക്ക് കടത്തി വിടാത്ത ഫാസിസമാണെന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ച വഴിമാറി പേഷ്യന്റിനല്ല കയറ്റിവിടാത്തത്, ഡോക്ടറായ മകളെയാണ്. ചികിത്സയിലെ ഏറ്റവും വലിയൊരു കാര്യം ഒരു പങ്കാളിത്ത മാതൃക എന്ന് പറയുന്നത് അതൊരു ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള അത് രോഗിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ്. രോഗിയോടും രോഗിയുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അത് ഇവിടെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഒരു സുതാര്യത ഉണ്ടാവേണ്ടിയിരുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ ബന്ധുക്കളോട് പറയാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ആശുപത്രി അധികൃതർ സർക്കാരിനുമുണ്ട്. അത് ചെയ്തില്ല. ഞാനത് നേരത്തെ പറയാം, സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരൊറ്റ കാര്യമായി മനസ്സിലുണ്ടായിരുന്നുള്ളൂ ബജറ്റ് എങ്ങനെയെങ്കിലും. പക്ഷേ ബജറ്റ് നേരത്തെ പറഞ്ഞ പോലെ ബജറ്റിന് ഈ അനുശോചനവും ഈ കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ടല്ലോ. ജനങ്ങളുടെ ഒരു നേതാവാണ്, അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കാണേണ്ടത്. ജനങ്ങളും കാത്തിരിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. അതൊരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. എനിക്ക് വേണ്ടത് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അല്ലല്ല, ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഡോക്ടർ അനുമതി കൊടുത്താൽ മാത്രമേ പേഷ്യന്റിന്റെ അടുത്ത ബന്ധുക്കൾക്ക് പ്രവേശിക്കാനാവത്തുള്ളൂ. ഡോക്ടർ എന്തിന് അനുമതി കൊടുക്കണം എന്നൊരു ചോദ്യം. വേൾഡിലെ ഏത് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ സിസ്റ്റം, യൂറോപ്പ്, ഇംഗ്ലണ്ട്, അമേരിക്ക എവിടെയാണെങ്കിലും ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഉറ്റ ബന്ധുക്കൾ വന്നാൽ അവരെ അവിടെ കൊണ്ടുപോയി കാണിക്കണമായിരുന്നു. തുടർ ചികിത്സകളെ കുറിച്ച് ബന്ധുക്കളുടെ തീരുമാനം അറിയണമായിരുന്നു. അതനുസരിച്ച് മാത്രമേ തുടർ ചികിത്സകൾ തീരുമാനിക്കാൻ പാടുള്ളൂ. ചോദ്യം പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ വൈദഗ്ധ്യമുള്ള മക്കൾ ആ ഹോസ്പിറ്റൽ ICUവിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഈ അഹമ്മദ് സാഹിബിന്റെ ശരീരത്തിന് എന്തെങ്കിലും കൂടുതൽ കേടുപാടുകൾ ഉണ്ടാകും? ഒരു തകരാറും വരില്ല. പരമാവധി 2-3 മിനിറ്റ് വെക്കുമായിരുന്നുള്ളൂ, അതിൽ കൂടുതൽ വെക്കുമായിരുന്നില്ല. ഇതേ തന്നെയാണ് ചോദ്യം. അതായത് അഹമ്മദ് MP-യുടെ മക്കൾ പ്രവേശിച്ചിരുന്നെങ്കിൽ കൂടുതലായി എന്ത് അപകടമാണ് ആ ശരീരത്തിൽ ഉണ്ടാവുക? നമുക്ക് യൂഷ്വലി ഇതേമാതിരി ഒരു വളരെ സീരിയസ് ആയ ഒരു രോഗിനെ ചികിത്സിക്കുമ്പോൾ നമുക്കൊരു സുതാര്യത വേണം. നമ്മുടെ റിലേറ്റീവ്സിനും എന്താണ് നമ്മൾ ചെയ്യുന്നത്, രോഗി രക്ഷപ്പെടാനുള്ള അവസ്ഥ എത്രത്തോളാണ്, രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിനെപ്പറ്റി ഒരു സുതാര്യതയും നമ്മൾ അങ്ങോട്ട് പരസ്പരം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ രോഗിയുടെ ആൾക്കാരും മാനസികാവസ്ഥ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും ഇത് രണ്ടും മനസ്സിലാക്കി അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ചികിത്സിക്കുന്നത്. ഈ സുതാര്യത നഷ്ടപ്പെടുമ്പോഴും ആശുപത്രിയിൽ ജിതേന്ദ്ര സിംഗ് എത്തുമ്പോഴും അതിനുശേഷം ബഡ്ജറ്റ് അവതരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പിരിയാതെ ബഡ്ജറ്റ് അവതരണം തുടരുമ്പോഴും ഇത് മൂന്നും കൂട്ടി വായിക്കുമ്പോൾ രൂപപ്പെടുന്നതിന്റെ പേരാണ് സംശയം. ഇതിനെ മൂന്നും കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ അഹമ്മദ് സാഹിബിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു, ആ ഡോക്ടർമാർ വേണ്ട ചികിത്സ നൽകുന്നു.
പ്രധാനമന്ത്രി ഓഫീസിലും കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് സുഖവിവരം അറിയാനും കാര്യങ്ങൾ അന്വേഷിക്കാനും വേണ്ടി ചെയ്യുന്നു. കീഴ്വഴക്കം അല്ലല്ല, അതിന് തന്നെയാണ് സംശയത്തിന്റെ കാര്യത്തില് MP-മാർ പറയുന്നു കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് ട്രോമ കെയർ ICUലേക്ക് മാറ്റുന്നെന്നും പിന്നെ അഹമ്മദ് സാഹിബ് CPR അനുകൂലമായി പ്രതികരിക്കുന്നെന്നും പറഞ്ഞു മാറ്റിയത്. നിങ്ങൾ കരുതുന്നുണ്ടോ കേന്ദ്രമന്ത്രി വന്നു പറഞ്ഞാൽ അതനുസരിക്കുന്ന ഒരു ആശുപത്രിയാണ് RML പോലെയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് റാം മനോഹർ ലോഹിയ പോലെ? സർ, റാം മനോഹർ ലോഹിയ ആശുപത്രിക്ക് ഒരു ചരിത്രമുണ്ട്. ഇന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഹോസ്പിറ്റലാണ്. കൃത്യമായിട്ടും കാര്യങ്ങൾ പിന്നെ സർക്കാരിന് അനുകൂലമായിട്ട് ചലിപ്പിക്കുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ആശുപത്രി സർക്കാരിന് അനുകൂലമായി ചലിപ്പിക്കാന്ന് പറയാൻ എന്ത് യുക്തിയുള്ളത്? ലോകത്തിലെ ഒരു ചെയ്യുമോ? ചെയ്യുന്നാണ് ഇവിടെ തെളിഞ്ഞത്. ലോകത്തിലെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ റെക്കമെൻഡേഷനിലും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ റെക്കമെൻഡേഷനിലും 12 മണിക്കൂർ ലൂക്കാസ് മെഷീൻ ഉപയോഗിക്കില്ല. പരമാവധി 40 മിനിറ്റ്. അവരുടെ ഡോക്യുമെന്റ്സിൽ തന്നെ ഒരു മെഡിക്കൽ വിദഗ്ധൻ തന്റെ എല്ലാവിധമായിട്ടുള്ള പ്രതിജ്ഞയും ലംഘിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ, അതും ഒരു സഹമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ലൂക്കാസ് മെഷീൻ 12 മണിക്കൂർ അങ്ങനെ ഓടിക്കൂ? അത് ഓടിക്കാൻ ഒരിക്കലും പാടില്ല. ലോകത്തിലെ ഒരു അല്ല, നിങ്ങൾ കരുതുന്നുണ്ടോ സർ? നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞോട്ടെ. ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പൊതുജനങ്ങളിലേക്ക് ഒരു തെറ്റിദ്ധാരണയാണ് വരുന്നത്. അതായത് ഒരാൾക്ക് ഹൃദയസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും രോഗിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് തെറ്റാണ്. നമുക്ക് ഹൃദയാഘാതം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് ഇതേമാതിരി ഹൃദയാഘാതം സംഭവിച്ച ആൾക്കാരും കൃത്യമായ ഞാൻ പറയട്ടെ എത്ര വലിയ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു മാർഗം എന്താന്ന് വെച്ചാൽ ദുരൂഹത ഇടുക എന്നുള്ളതാണ്. രോഗിയുടെ റൈറ്റ് എന്ന് പറയുന്നത് അവകാശം, രോഗിയുടെ അവകാശം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. എന്തിന് ദുരൂഹത എന്ന് താങ്കൾ പറഞ്ഞു? അതെ, ഡോക്ടർമാരായ മക്കൾക്ക് പേഷ്യന്റിനെ കാണാനുള്ള അനുമതി നിഷേധിക്കാൻ തന്നെ കാരണം അവരൊരു പക്ഷേ അഹമ്മദ് സാഹിബിനെ കാണാനുള്ള അനുമതി ലഭിച്ചിരുന്നുവെങ്കിൽ, ആ അനുമതി പ്രകാരം അവർ അകത്ത് കടന്നിരുന്നുവെങ്കിൽ അഹമ്മദ് സാഹിബ് മരണപ്പെട്ട വിവരം സ്ഥിരീകരിക്കപ്പെടുമായിരുന്നു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നതെങ്കിൽ താങ്കൾ പറഞ്ഞ രീതിയിൽ ഈ അഹമ്മദ് സാഹിബിന് അവിടെ പാർലമെന്റിൽ ഒരു ഉപസമിതിയെ നിയോഗിക്കാൻ തന്റെ ഇടം കാണിക്കാത്ത, മനുഷ്യത്വം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? നേരിട്ട് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ചു. വേണ്ട രീതിയിൽ പ്രധാനമന്ത്രി ഓഫീസിൽ മന്ത്രി അയച്ചു. വേണ്ട കാര്യം ഇത് രാഷ്ട്രീയമായ എന്തെങ്കിലും നേട്ടാൻ വേണ്ട രാഷ്ട്രീയമായി. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷം ബജറ്റ് അവതരിപ്പിച്ച സമിതി എത്ര പേരാണ് ഇറങ്ങിപ്പോന്നത്? പ്രതിപക്ഷം മുഴുവൻ ഇറങ്ങിപ്പോന്നോ? കേരളത്തിൽ 20 MP-മാർ മാത്രമാണ് ഇറങ്ങിപ്പോന്നത്. പ്രതിപക്ഷം ആദ്യം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നിട്ടില്ല. എന്തുകൊണ്ട് ചിന്തിക്കണം. പ്രതിപക്ഷത്തിന് പൂർണ്ണമായിട്ടും ബോധ്യം വന്നിട്ടില്ല എന്നാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശ്രീ മുനീർ, ഭൂരിപക്ഷം ആൾക്കാർ ഇറങ്ങിപ്പോയില്ല എന്നവർ പറയുന്നു പ്രതിപക്ഷത്തിന്. ഈ ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ബഡ്ജറ്റിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഈ അഹമ്മദ് സാഹിബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചാ വിഷയമാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പിന്നെ നിലച്ചിട്ടില്ല അവസാനം വരെ. പക്ഷേ എല്ലാവരെയും പിന്നെ അങ്ങേയറ്റം നിരാശപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഞാനിവിടെ പറഞ്ഞല്ലോ പല ആളുകളും മരിച്ചു എന്നുള്ളത്. പ്രതിപക്ഷം എന്തുകൊണ്ട് ഇറങ്ങിപ്പോന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ആ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും ശ്രീ അഹമ്മദിന്റെ പേര് രാവിലെ സഭ തുടങ്ങിയ ഉടനെ അഹമ്മദ് സാഹിബിന് അനുശോചനം രേഖപ്പെടുത്തി. പിറ്റേ ദിവസം സഭ പിരിഞ്ഞു. പിറ്റേ ദിവസം സഭ പിരിഞ്ഞു. അനുശോചനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള സമയം വസന്ത പഞ്ചമി ദിവസം
അതായിരുന്നോ അനുശോചനം മാറ്റിവെക്കാതിരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം? ഇടവേളയ്ക്ക് ശേഷം. വസന്ത പഞ്ചമി ദിനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നോ അനുശോചനം മാറ്റിവെക്കാതിരുന്നത്, അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം സഭ പിരിയാതിരുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യം. ഇതൊരു ഭാവനാത്മകമായ സൃഷ്ടി മാത്രമാണ് ഈ വസന്ത പഞ്ചമി എന്ന് പറയുന്നത്, അതല്ല യാഥാർത്ഥ്യം വല്ലതുമുണ്ടോ? ഇതില് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഫെബ്രുവരി 1 തിരഞ്ഞെടുക്കുക. അത് വസന്ത പഞ്ചമിയാണോ മറ്റ് കാര്യങ്ങൾ നോക്കിയൊന്നുമല്ല തീരുമാനിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് അത് ഫെബ്രുവരി 1 എന്നുള്ള ഡേറ്റ് നിശ്ചയിച്ചു. അതിൽ സംശയമൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഇത് ഫെബ്രുവരി 2 ആയാലും എന്താ കുഴപ്പം? പറഞ്ഞുതരാം. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നമ്മുടെ രാജ്യം ഡിമോണിറ്റൈസേഷന് ശേഷം നടക്കുന്ന ആദ്യത്തെ ബജറ്റിന്റെ കോപ്പിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു, പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു, എല്ലാ സ്ഥലത്തേക്കും വിതരണം ചെയ്തു കഴിഞ്ഞു. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യ സ്വഭാവം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, ഇത്തരം കാര്യങ്ങൾക്ക് അപകടം വരും എന്നുള്ളത് കൊണ്ടാണ് മുൻ കീഴ്വഴക്കം അനുസരിച്ച് നേരത്തെയുള്ള ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ബജറ്റ് മാറ്റിവെച്ചിട്ടില്ല. ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ കീഴ്വഴക്കമുണ്ട്, കേന്ദ്രമന്ത്രി മരിച്ചപ്പോൾ മാറ്റിവെച്ചില്ല. ഈ അഹമ്മദ് സാഹിബിനോട് പൂർണ്ണമായ ബഹുമാനം ഉൾക്കൊണ്ടുവന്ന് തന്നെ പറയുന്നത് ബജറ്റ് 125 കോടി ജനങ്ങളുടെ കോഴിക്കോടേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ പ്രദർശനം നടത്തുന്ന സമയം അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? സഹപ്രവർത്തകൻ മൈലുകൾക്കപ്പുറത്ത് ശരീരത്തിന്റെ ചേതനയറ്റ് കിടക്കുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച് മേശപ്പുറത്ത് കൈതട്ടാൻ എങ്ങനെ മനസ്സ് വരും? ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബജറ്റ് അവതരണം ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അതിന്റെ എല്ലാ പ്രൊസീജിയറും നടന്നു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. രാവിലെ അദ്ദേഹത്തിന് അനുശോചന സൂചകമായി എല്ലാവരും മൗനം ആചരിച്ചു തുടങ്ങി. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് ദിവസം പാർലമെന്റിന് അവധിയായിരുന്നു. എന്നാൽ കേരളത്തിലോ? നിങ്ങൾ പറയുന്നല്ലോ, കേരളത്തിൽ ഒരു ജില്ലയ്ക്ക് മാത്രം ആദ്യത്തെ ദിവസം അവധി കൊടുത്തു. കേരളത്തിൽ എവിടെയെങ്കിലും ഈ സർക്കാരുകൾ ഈ 25 കൊല്ലം പാർലമെന്റിന് ഒരു പൊതു അവധി എന്തുകൊണ്ട് കൊടുത്തില്ല? മാത്രമല്ല, 2-ാം തീയതി കെ മുരളീധരൻ MP ഈ ശവസംസ്കാരത്തിൽ അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ MP-യെ കാണാൻ വരാതെ ലോ കോളേജിലെ അതിൻ്റെ മുന്നിലിരുന്ന് നിരാഹാരനുഷ്ഠിക്കുകയായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ള പഴയ KPCC പ്രസിഡന്റ് അതിന് അഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, ഇത് കഴിയുന്നതിന് മുമ്പ് 6-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ ഒരാഴ്ച ദുഃഖാചരണം. ആ 6-ാം തീയതി എല്ലാവരും തിരുവനന്തപുരത്ത് എത്തുകയും തിരുവനന്തപുരത്തെ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് AK ആന്റണി പ്രസംഗിച്ചു, മലപ്പുറം നമുക്ക് പിടിച്ചെടുക്കണം. ഇതിൽ രാഷ്ട്രീയമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. മുനി സാഹിബ്, നോക്കൂ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വിശദീകരിച്ചതുപോലെ ഈ അഹമ്മദിന്റെ ആത്മാവ് അങ്ങനെയൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം സഭ സമ്മേളിച്ച് ജനഹിതമായ പരിപാടികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മാവായിരിക്കില്ലേ? സഭ പിരിയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മരണത്തിൻ്റെ ദിവസവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് പദ്ധതികൾ സമർപ്പിക്കുന്ന സർക്കാരിൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മാവായിരിക്കില്ലേ ഈ അഹമ്മദിൻ്റേത്? നമ്മൾ അതിൽ വാശി പിടിക്കേണ്ടതുണ്ടായിരുന്നു. അല്ല, ഈ നമുക്കിപ്പോൾ ഇതിൽ വാശിയൊന്നുമില്ല. ഇതിലെ പ്രശ്നം ഇപ്പം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാഷ് പറഞ്ഞു, ബഡ്ജറ്റ് മാറ്റിവെച്ച ചരിത്രമൊന്നുമില്ല എന്ന്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അതേപോലെ തന്നെ ബഡ്ജറ്റ് പ്രീപോൺ ചെയ്തിട്ടുള്ള ചരിത്രവുമില്ല. ഈ ബഡ്ജറ്റിന്റെ ഡേറ്റ് എന്നായിരുന്നു? റെയിൽവേ ബജറ്റും 2 ബജറ്റും ഒരുമിച്ച് നടത്തിയ ചരിത്രമല്ലോ. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കീഴ്വഴക്കമാണ്. നിങ്ങള് അല്ല, കീഴ്വഴക്കമാണ്. പാർലമെന്റ് അംഗം മരിച്ചപ്പോ ഞാൻ അഹമ്മദ് MP മരിച്ചപ്പോ ഞാൻ ചോദിക്കട്ടെ, അതായിക്കോട്ടെ, അത് താങ്കൾ പറയാം. ഈ അഹമ്മദ്, അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് രാഷ്ട്രീയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഹമ്മദ് മരിച്ചു കിടക്കുന്ന അവിടെ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ബന്ധുക്കൾ ആശ്വസിക്കുകയും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുകയും ചെയ്യാം. രണ്ട് രീതിയിൽ അഹമ്മദ് സാഹിബ് അപമാനിക്കപ്പെട്ടു. ഒന്ന്, സ്വസ്ഥമായിട്ട് മരിക്കുക എന്നുള്ള അവകാശം നിഷേധിച്ചു. 2, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന പാർലമെന്റിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു. അത് കിട്ടിയില്ല. കാരണം ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നും വേണ്ട, ഒരു കോമൺ സെൻസിന്റെ ഭാഗമാണ്, സാമാന്യ ബോധത്തിന്റെ ഭാഗമാണ്. മരിച്ചാൽ ദുഃഖമാചരിക്കുക, അനുശോചനം രേഖപ്പെടുത്തിയല്ലോ,
അല്ല അത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അല്ല സർ, ഒരു മിനിറ്റ്. അല്ല അവൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറയുന്ന ഒരു കാര്യം, രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ബഡ്ജറ്റിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശരിയല്ലേ? പ്രസിഡന്റ് 125 ഒപ്പിട്ട കോടി ഒരു ജനങ്ങൾ രേഖ കാത്തിരിക്കല്ലേ? പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് അത് മാറ്റിവെക്കാൻ കഴിയില്ല എന്നൊരു ന്യായീകരണമാണ് പിറ്റേ ദിവസം പറയുന്നത്. അവധി കൊടുത്തല്ലോ. രാജ്യമാണോ ഈ അഹമ്മദ് എന്ന MP ആണോ പ്രധാനം എന്നുള്ളതാണ് രാജ്യം എന്നതിൽ നിന്ന് ഈ അഹമ്മദ് എന്നുള്ളത് മാറ്റാൻ പാടില്ല. That's a question, sir. That's a question. രാജ്യത്തിന്റെ ഭാഗമായിട്ട് അത് മാത്രമല്ല നിങ്ങൾ പറയുമ്പോ ഈ അഹമ്മദ് സാഹിബിനെ Yes, please, please. ഇനി ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത ദിവസം നടത്താൻ വെക്കുക. EMS കുറിച്ചും EMS രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നിശ്ചയ സമയത്ത് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് അദ്ദേഹത്തെ കുടുംബത്തോടും ET മുഹമ്മദ് ബഷീർ MP ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പാർലമെന്റ് സ്പീക്കറാണ് തീരുമാനിക്കുക. പോലും മാന്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് സഭയെ അറിയിച്ചു. അനുശോചനം അറിയിച്ചതിന് ശേഷം വിഷയം തുടങ്ങുന്നു. അനുശോചനം അറിയിച്ചതിന് ശേഷം നമ്മുടെ ബജറ്റ് അവതരണം തുടങ്ങുന്നു. പിറ്റേ ദിവസം സഭ അവധി പ്രഖ്യാപിച്ചു. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേരള നിയമസഭയിൽ സ്പീക്കർ G. കാർത്തികായൻ മരിച്ച് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ലഡു വിതരണം ചെയ്ത ആൾക്കാരാണ്. അതില് മുനീർ സാർ ഉണ്ടായിരുന്നു. അന്ന് ലഡു വിതരണം ചെയ്തപ്പോൾ കഴിക്കാനൊക്കെ ഈ MLA മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ചരിത്രം ഒന്നും പറയണ്ട. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഇതൊരു വലിയ ഡിഫൻസ് ആണ് അവർക്ക്. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹം പോയി അന്തിമ ഉപചാരം അർപ്പിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഈ പ്രധാനമന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഇതിനെക്കുറിച്ച് ഒരു പാർലമെൻറ്റ് സമിതി അന്വേഷിക്കണം എന്ന് പറഞ്ഞ ആ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇതിനുശേഷം എല്ലാ MP മാരും പോയി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു. ഇതുവരെ അതിലൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തതിൽ ഉള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. മാസ്റ്റർ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് മാത്രമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതില് റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിന്റെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ ചരിത്രം എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഏടുകൾ മാറ്റണം എന്നുള്ളത് പറയാനുള്ളത്. കാരണം ഇവിടെ മനുഷ്യത്വത്തിനും മാനവികതക്കും ഒരു തരത്തിലുള്ള മൂല്യവും കൽപ്പിക്കാതെ അഹമ്മദ് സാഹിബിന്റെ മരണമെന്ന് മാസ്റ്റർ പറഞ്ഞല്ലോ, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും പിന്നെ മതിയായിട്ടുള്ള പരിചരണം ലഭിച്ചിട്ടുണ്ട് എന്നും. പക്ഷെ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ ഈ അഹമ്മദ് സാഹിബിൻ്റെ വസതിയിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സന്ദർശിക്കാൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ, ഡോക്ടറായ മകൾ, ആ മകളുടെ ആവശ്യം അദ്ദേഹം വളരെ പിന്നെ വിശാല ഹൃദയത്തോടു കൂടി പരിഗണിച്ചു എന്നാണ് പിറ്റേന്ന് പത്രങ്ങളിൽ വന്ന വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ നടന്ന ചില അന്തർനാടകങ്ങൾ ഈ അഹമ്മദ് സാഹിബിൻ്റെ മരണത്തിന് മുന്നിൽ ഒരു ആവരണമായി നിൽക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ അഹമ്മദ് സാഹിബിൻ്റെ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ സംഭാവനകളും നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളും ഞാനും എൻ്റെ പാർട്ടിയും വിലമതിക്കുന്നു. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മികച്ച പാർലമെൻറ്ററിനാകാൻ തർക്കമൊന്നുമില്ല. ഇവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മരണകാരണങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച മെഷീൻ, അതുപോലെ റീഡിംഗ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചും അന്തിമമായ റിപ്പോർട്ടും വരേണ്ടത് മെഡിക്കൽ ആശുപത്രിയിൽ നിന്നാണ്. ആ ആശുപത്രി റിപ്പോർട്ട് കൃത്യമായി ലഭിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരോ പാർലമെന്റിൽ ആ വിഷയം വെക്കുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. ഇനി സമയമുണ്ടല്ലോ. നാട് മുഴുവൻ മുട്ടിലെഴുന്നേര കാലത്ത് ഡോക്ടർമാർ മാത്രം ചെറുത്ത് നിൽക്കുന്ന വിചാരിക്കുന്നത് തെറ്റാണ്. ഡോക്ടർമാർ മുട്ടിലെഴയരുത്. എത്തിക്സ് ഉണ്ട്. നിങ്ങൾ മെഡിക്കൽ ബിരുദം നല്ല ചികിത്സ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജിതേന്ദ്ര സിംഗ് മുട്ടുമടക്കി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം ഡോക്ടർമാർക്ക് മുട്ടിൽ എഴയാതെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഒരിക്കലും പറയില്ല. ഒരു കേന്ദ്ര പ്രധാനമന്ത്രി പറഞ്ഞു ആരോപണങ്ങൾ മാത്രം. ബന്ധുക്കളെയും പ്രത്യേകിച്ച് ഡോക്ടറായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മകൻ, ഇവരൊക്കെ വിവരം അറിയിക്കുന്നതിൽ നിന്ന് ആശുപത്രി അധികൃതർ വിട്ടുന്നു, അല്ലെ തക്ക സമയത്ത് വിവരം അറിയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. സാധാരണ ചികിത്സയിലെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയും. അതായത് കിടക്കുന്ന രോഗിയെക്കുറിച്ചുള്ള വിവരം അറിവോടെയുള്ള സമ്മതം എന്നാണ് പറയുക. അതായത് ഈ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെ പരിചരിക്കുന്ന ആളുകളോട് വിവരം പറയുക എന്നുള്ളത് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മമാണ്. അതുപോലും അവിടെ പാലിക്കപ്പെട്ടില്ല. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നൈതിക പ്രശ്നം കൂടിയാണ്. ഇത് വളരെ കൃത്യമായി അവിടെയും നടക്കുന്നു എന്നുള്ള നമ്മൾ ഇന്ത്യയിൽ വേറൊരിടത്തും ഇത് നടക്കുന്നില്ല. ഈ ഇഷ്യൂ കാരണം ഇപ്പൊ തന്നെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ച സർജറി കഴിഞ്ഞ പേഷ്യന്റ് സിക്കായിട്ട് വെന്റിലേറ്ററിൽ കയറ്റിയപ്പോൾ ആളുകൾ പറയണം മരിച്ച രോഗിയെ നിങ്ങൾ കയറ്റിയിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് കോൾ വന്നു, രോഗിയെ ദയവായിട്ട് വെന്റിലേറ്റർ നടക്കുന്ന ആൾ മരിച്ചിട്ടുണ്ടെന്ന്.
അപ്പോൾ ഈ ഡോക്ടർ കടിച്ചു പിടിച്ച് വൈകുന്നേരം വരെ കാത്തുനിന്നിട്ട് വൈകുന്നേരം ബൈസ്റ്റാൻഡറെ കൊണ്ട് കാണിക്കുകയാണ്. രോഗിനോട് കണ്ണ് തുറക്കാൻ പറയുമ്പോൾ രോഗി കണ്ണ് തുറന്നപ്പോഴാണ് ബൈസ്റ്റാൻഡർ പറയുന്നത്, ഞങ്ങൾ വിചാരിച്ചു ഇയാൾ മരിച്ചു, നിങ്ങൾ ഏമദിനെ പോലെ കിടത്തിയെന്നാണ്. ഈ ധാരണ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുപോലെ ഒരുപാട് ജീവനുകളോട് രക്ഷപ്പെടാൻ ഡോക്ടറുടെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംഭവങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്നതായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയില്ല. ഒരു പക്ഷേ ഒരു ഡോക്ടർക്ക് പറയുമ്പോൾ ശരിയാണ് എന്ന് പറയാം. അനാവശ്യമായി ഞാൻ പറയുന്നത് ഈ വെന്റിലേറ്ററോ അല്ലെങ്കിൽ ലൂക്കാസ് മെഷീനോ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നല്ല, അത് ഉപയോഗിക്കാം. ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി വെന്റിലേഷനും ലൂക്കാസ് മെഷീനും ഒക്കെ ഗുണകരമാണ്, അത്ഭുതകരമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അത് എത്ര സമയം വരെ ഉപയോഗിക്കാം? ആ വ്യക്തിയിൽ വൈറ്റൽ സയൻസ് എല്ലാം നഷ്ടപ്പെട്ട് എത്ര മണിക്കൂർ വരെ അത് കൊണ്ടുപോകാം? അതിൽ ബന്ധുക്കൾക്ക് അവസാന വാക്കുണ്ടോ? അതിൽ അകത്ത് കയറുന്നതിന് എല്ലാ പ്രിക്കോഷൻസോടും കൂടി, ഇപ്പോൾ ഉദാഹരണത്തിന് അവരും മാസ്ക് ധരിക്കണം, അവരും ചിലപ്പം അണുബാധ ഇല്ലാത്ത രീതിയിലുള്ള വേഷം ധരിച്ചിട്ടാണെങ്കിലും അവിടെ പോയി ഒന്ന് കാണാനുള്ള അവകാശം മകൾക്കില്ലേ? മാത്രമല്ല ഇത് സംബന്ധിച്ചിട്ടുള്ള ബുള്ളറ്റിൻ ആ ഹോസ്പിറ്റൽ രഹസ്യമായി എല്ലാം ചെയ്യാനുള്ള അവകാശം നിങ്ങളാരും ഞങ്ങളോടൊന്നും ചോദിക്കേണ്ട, ഞങ്ങൾ പലതും ഇവിടെ ചെയ്യാണ്, അത് 12 അല്ല 14 അല്ല എത്ര മണിക്കൂറാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഏകപക്ഷീയമായി ഡോക്ടേഴ്സിന് ഡിസിഷൻ എടുക്കാൻ അവകാശമുണ്ടോ? ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എത്ര ടൈം വരെ ബന്ധുക്കൾക്ക് കയറാതിരിക്കാം, എത്ര ടൈമിന് ശേഷം ബന്ധുക്കൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് നിയമപരമായി എത്തിക്കലായി ശരിയാണോ അല്ലയോ എന്ന് എല്ലാ ലോകത്തുള്ള ഡോക്ടേഴ്സിനും പറയാവുന്നതാണ്. ചികിത്സയിൽ എപ്പോഴും സുതാര്യത വേണം. രോഗിയുടെ അടുത്ത ബന്ധുക്കൾക്ക് എന്ത് ചികിത്സയാണ് നടക്കുന്നത്, അതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ള പറ്റി ഡോക്ടർ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കണം. അത് ഡോക്ടറുടെ ബാധ്യതയാണ്. അഹമ്മദ് MP എന്ന കേരളത്തിന്റെ ജനകീയനായ മലബാറിന്റെ സുൽത്താനെ ഒരുപക്ഷെ ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വത്തിന് എത്ര കണ്ട് തിരിച്ചറിയാൻ സാധിച്ചു എന്നത് വലിയ ചോദ്യമായിരിക്കാം. ജീവൻ രക്ഷാ മരുന്നുകൾ അഹമ്മദിന് നൽകിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. പക്ഷെ മരണം നീട്ടിവെക്കാൻ വേണ്ടി കൃത്രിമ ജീവൻ രക്ഷാ മരുന്നുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ആവരുത്. കാരണം അഹമ്മദിൻ്റെ ജീവൻ മലബാറിൻ്റെ ജീവനായിരുന്നു. അഹമ്മദ് നൽകിയ രക്ഷ മലബാറിൻ്റെയും സാധാരണക്കാരായ ഇന്ത്യക്കാരുടെയും രക്ഷ കൂടിയായിരുന്നു. അഹമ്മദ് മഹാരാഷ്ട്രയിലെ സുൽത്താനെ പോലെ മലബാറിൻ്റെ സുൽത്താൻ തന്നെയായിരുന്നു. പക്ഷേ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടല്ല, ഹൃദയം സ്തംഭിച്ചുകൊണ്ടാണ് ആ വാർത്ത നമ്മൾ കേട്ടത്. ആദരാഞ്ജലികളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.